സഭാനായകൻ തിയേറ്റർ റിലീസിന് ശേഷം OTTയിൽ റിലീസാവാൻ പോവാണ്. സംഭവം ശരിക്കും OTTയിൽ റിലീസായിട്ടുണ്ട്. നമ്മുടെ ചില ടെലിഗ്രാം ചാനലിലൊക്കെ റിലീസായിട്ടുണ്ട്, എല്ലാത്തിലും ഇല്ല. അപ്പോൾ ഞാൻ ഈയിടെയായിട്ടാണ് പടം കണ്ടത്. പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ റൊമാൻസ് കോമഡിയാണ് പടം എന്ന് പറയുമ്പോൾ. നമ്മുടെ അശോക് സെൽവൻ്റെ പടമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ പടങ്ങൾ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ഫീൽ ഗുഡ് ഐറ്റംസ് മാത്രമേ ചെയ്യുള്ളൂ. ഒരു പ്രത്യേക ടൈപ്പ് പടങ്ങളിലെ പാറ്റേൺ പിടിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് അവൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഞാൻ പറയാൻ പോണ പടം ഭയങ്കര ഇഷ്ടമാവും. ഞാൻ എൻ്റെ ഒരു ഫേവറേറ്റ് ഫാൻ കൂടിയാണ്. അവൻ്റെ പടങ്ങൾ എനിക്ക് ഫീൽ ഗുഡ് ആണ് അവൻ ചെയ്യണത്. ഫീൽ ഗുഡ് പടങ്ങൾ അവൻ്റെ പടങ്ങൾ ഇത്തിരി ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. കാരണം അവൻ്റെ ചില സംഭവങ്ങൾ അവൻ്റെ തന്നെയാണ് ഉള്ളത്. അപ്പം അങ്ങനെ ഇരുന്നിട്ടാണ് ഞാനിപ്പോൾ ഈ പടം കണ്ടത്. കഴിഞ്ഞ ദിവസം ഞാൻ ഈ പടം കണ്ടത്. പടത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ സഭ എന്ന് പറയുന്ന നായകൻ്റെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കൂട്ടുകാരന്മാരുടെ കോളേജ് ലൈഫും അതേപോലെ സ്കൂൾ ലൈഫും പിന്നെ അതിലത്തെ പ്രണയം, മെയിനായിട്ട് പ്രണയമാണ് പടം എന്ന് പറയുന്നത്. ഫസ്റ്റ് ഹാഫ് എന്ന് പറയുമ്പോൾ പടം തുടങ്ങുന്നതിനായിട്ട് മുമ്പ് തന്നെ 2 പാട്ടുണ്ട്. 2 പാട്ട് കഴിഞ്ഞിട്ടാണ് ശരിക്കും കഥ തുടങ്ങണമെന്ന് വേണമെങ്കിൽ പറയാം. ഇതൊരു കഥ പറയണ പോലെയാണ് ഫസ്റ്റ് ഹാഫ് പോണത്. ഒരാളോട് കഥ പറയണ പോലെയാണ് പോണത്. അതുകൊണ്ട് തന്നെ സാധാരണ ഒരു ഫാൻറ്റസി അല്ലാത്ത രീതിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ നിങ്ങളോട് കഥ പറയുകയാണെങ്കിൽ അങ്ങനെയാണ് എൻ്റെ പറച്ചിലൂടെ പോണ പോലെയാണ് കഥ. അല്ലാണ്ട് നിങ്ങളുടെ വിഷനിലൂടെ പോണ പോലെയല്ല കഥ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഹാഫിൽ കുറേ സീനുകളും കുറേ ഷോട്ടുകളും അങ്ങടും എന്താ പറയുക, കണ്ടിന്യൂവേഷൻ ഇല്ലാത്ത പോലെ തോന്നും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സീന് തുടങ്ങി ചിലപ്പോൾ ചില സീൻ പെട്ടെന്ന് കഴിയും, ചിലപ്പോൾ ചില സീൻ കുറേ നേരം നീട്ടിക്കൊണ്ടുപോകും. അങ്ങടും ഒരു ബന്ധമില്ലാത്ത രീതിയിലാണ് പോവുക. ഫസ്റ്റ് ഹാഫ് നമ്മൾ ഓക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കണുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാൻ മാത്രമായിട്ടുള്ള സംഭവങ്ങളൊന്നും ഫസ്റ്റ് ഹാഫിലില്ല. പിന്നെ കോമഡികളൊക്കെ ഉണ്ടെങ്കിലും ഫസ്റ്റ് ഹാഫിക്ക് അധികം വർക്കൗട്ടായി തോന്നിയില്ല. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഇൻ്റർവെല്ലാകുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തിങ്ങനെ നമുക്കൊരു തൃപ്തി വരാത്ത രീതിയിലാണ് ഇൻ്റർവെല്ല് കഴിഞ്ഞ് പിന്നെ പടം സെക്കൻഡ് ഹാഫിലേക്ക് കടക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ പിന്നെ പടം മെല്ലെ നല്ല രസമായി ഇങ്ങനെ കയറും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫിലാണ് നല്ല സീനുകളുള്ളത് പടത്തിൽ. നല്ല സീനുകളും നല്ല ഫീൽ ഗുഡായി വരുന്നത് എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെട്ട് വരുന്നത് സെക്കൻഡ് ഹാഫിലാണ്. കുറേ നല്ല സീനുകളുണ്ട്. പിന്നെ ഒരു ട്വിസ്റ്റ് ഉണ്ട്, ക്ലൈമാക്സിനോട് ചേരിനോട്ട് കൂടിയിട്ട് ഒരു ട്വിസ്റ്റ് ഉണ്ട് ഇതിൽ. നമുക്ക് മനസ്സിലാവുന്ന ഒരു ട്വിസ്റ്റാണ്, പക്ഷേ അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ അവർ ചെയ്തിരിക്കുന്നത് ഇഷ്ടപ്പെട്ടു. സംഭവം മൊത്തം ക്ലീശയാണ് പടം, ഇല്ല എന്ന് പറയണമെന്നില്ല. പക്ഷെ ക്ലീശയാണെങ്കിൽ പോലും അതിൽ കുറേ വെറൈറ്റികളുണ്ട്. പിന്നെ സെക്കൻഡ് ഹാഫിൽ കുറേ കോമഡികൾ വർക്കൗട്ടായിട്ട് എനിക്ക് തോന്നി. കുറേ സ്ഥലങ്ങളിൽ ഞാൻ ചിരിച്ചു, കുറേ സ്ഥലങ്ങളിൽ എനിക്കിപ്പോൾ ആലോചിക്കുമ്പോൾ ചിരി വരുന്നുണ്ട്. സെക്കൻഡ് ഹാഫിലാണ് പടം ശരിക്കും ഇരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫസ്റ്റ് ഹാഫ് ശരിക്കും അങ്ങനെ പോകണം, എന്നാലാണ് സെക്കൻഡ് ഹാഫ് നമുക്ക് ഇഷ്ടപ്പെടുള്ളൂ. ഫസ്റ്റ് ഹാഫ് നല്ല രീതിയിൽ പോയി കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫ് ചിലപ്പോൾ നമുക്ക് അതേ ഒരു മൂഡിൽ പോകുള്ളൂ. പക്ഷെ അതങ്ങനെയല്ല, ആദ്യം നമുക്ക് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ വന്നിട്ട് പിന്നെ മെല്ലെ പിന്നെ കയറും. പിന്നെ നല്ല രസവും. പിന്നെ അശോക് സെൽവനെ എല്ലാവർക്കും അറിയാം, അവനാണ് നടൻ. അവനെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ കാസ്റ്റിനെ പറയുകയാണെങ്കിൽ അശോക് സെൽവനും പിന്നെ കുറേ നടിമാരുണ്ട് ഇതിൽ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ പ്രണയമാണ്, പക്ക പ്രണയമാണ്. സോൾമേറ്റിനെ കണ്ടുപിടിക്കുന്ന ഒരു പരിപാടിയാണ് ഇതിൽ നോക്കുന്നത്. പിന്നെ എന്ന് പറയുമ്പോൾ ഇതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്, അവൻ കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഇതിൽ പോലീസിൻ്റെ വേഷം ചെയ്തിട്ടുള്ള ആള് അടിപൊളിയായിട്ട് സെറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല അഭിനയമാണ് ഉണ്ട് ആൾ. ഓൾറൗണ്ട് പടം അശോക് സെൽവൻ്റെ മാനറിസങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ തപ്പി നോക്കി നിങ്ങൾ ടെലിഗ്രാമിൽ കിട്ടുകയാണെങ്കിൽ ഭാഗ്യം. അതല്ലെങ്കിൽ ഞാൻ വർക്കാവണതാണെങ്കിൽ എൻ്റെ ഈ ചാനലിൽ ഡിസ്ക്രിപ്ഷനിൽ ഇടാം, കയറി നോക്കി നോക്ക്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരിക്കും എല്ലാവർക്കും ഉണ്ടായിക്കോട്ടെ.